ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഒരു പാട്ടിൻ്റെ വരികൾ ഓർക്കുകയാണ്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. എത്ര വാസ്തവമാണ് ബ്രദറെ എന്ന് പറയും. പഴയ പാടിപ്പതിഞ്ഞ ഒരു സിനിമാ പാട്ടിൻ്റെ വരികളാണെങ്കിലും ആ വരികളിൽ ഇപ്പോഴും ഒരു പുതുമ ഒളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടിയ ഒരു വചനഭാഗം ഇതാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 12-ാം അധ്യായം 8-9. ഐശ്വര്യത്തിൽ സ്നേഹിതരെ അറിയാൻ സാധിക്കുകയില്ല. Am I right? നിങ്ങളുടെ കമൻസുകൾ അയക്കണം. ഐശ്വര്യത്തിൽ സ്നേഹിതരെ അറിയാൻ സാധിക്കുകയില്ല, കഷ്ടതയിൽ ശത്രു മറഞ്ഞിരിക്കുകയില്ല. 100 വട്ടം കറക്റ്റ് എന്ന് പറയും അല്ലേ. ജീവിതത്തിൽ എത്രയോ തവണ കൂടെയുണ്ടാകും എന്ന് വിചാരിച്ചവർ ആരെല്ലാം പോയാലും ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ ഇതാ യൂദാസിൻ്റെ റോളും പത്രോസിൻ്റെ റോളും ഒക്കെ ഒന്നിച്ച് അഭിനയിച്ച് പലരും വിടവാങ്ങിപ്പോയ, തള്ളിപ്പറഞ്ഞും ഒറ്റിക്കൊടുത്തും കൊടുക്കപ്പെട്ടും ഉണ്ടായ ഒത്തിരി അനുഭവങ്ങൾ. ആരെല്ലാം പോയാലും പോകില്ല, എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞവർ കൂടുതൽ വഞ്ചിച്ച, കൂടുതൽ പറ്റിച്ച എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. സാധിക്കുമെങ്കിൽ പിന്നെ കോൺഫിഡൻഷ്യൽ അല്ല എങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്ന് കമൻസിൽ അയക്കുക. ഞാൻ പ്രസംഗം അയക്കുന്ന ഈ മെസ്സേജ്, പ്രസംഗം എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ, ഈ അയക്കുന്ന മെസ്സേജിനേക്കാൾ വളരെ സ്ട്രോങ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ. എന്നിരുന്നാലും എൻ്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള ആത്മീയ ശുശ്രൂഷ മേഖലയിലാണെങ്കിൽ പോലും അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഓരോ ചുവടുകളിലും കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച പലരുമല്ല കൂടെ നിന്നത്. ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്ന്, നമുക്കൊരിക്കലും ഇങ്ങനെ വരാൻ പാടില്ല എന്നാ പലരുടെയും വിചാരം. ദൈവത്തേക്കാൾ വലിയ വിധിവാചകങ്ങളും ദൈവത്തേക്കാൾ വലിയ ആലോചനകളും തീരുമാനങ്ങളുമാണ് പലരും പുറത്തു വിട്ടത്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യം. ഇതാ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ പീഡാസഹനങ്ങൾ വന്നപ്പോൾ അവിടുത്തെ പ്രധാന ശിഷ്യനായ പത്രോസ് മാറി നിന്ന് തടസ്സം പറയുന്നുണ്ട്. അപ്പോൾ മത്തായി 16:23 യേശു പറയുന്ന ഇതാണ്: സാത്താനേ ദൂരെ പോ, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. മാനുഷികമായാലും പൈശാചികമായാലും അപ്രകാരമുള്ള ഒറ്റപ്പെടുത്തലിൻ്റെ വേദനകൾ വളരെ ാണ്, കൊതികാല് വെട്ടുന്നത് പോലത്തെ അനുഭവങ്ങൾ. അപ്പോൾ ഐശ്വര്യത്തിൽ സ്നേഹിതരെ അറിയാൻ സാധിക്കുകയില്ല, കഷ്ടതയിൽ ശത്രു മറഞ്ഞിരിക്കുകയില്ല. പാട്ടിൻ്റെ വരികളില്ലേ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ആരാ കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിൽ? സ്വന്തക്കാരല്ല, ബന്ധക്കാരല്ല, അയൽവാസികളല്ല, കൂട്ടുകാരല്ല. ചിലപ്പോൾ അവരിൽ നിന്നെല്ലാം തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാം. വേണമെങ്കിൽ ഒരു ചവിട്ടും കൂടെ വെച്ച് തന്നേക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ ആകണമെന്നുമില്ല. നമ്മൾ അതാണ് പറഞ്ഞത്, വിചാരിക്കാത്തവർ, നമ്മൾ ആരുണ്ടാകുമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഒട്ടും വിചാരിക്കാത്തവർ ചിലപ്പോൾ അവിടെ രംഗപ്രവേശം ചെയ്യും. സഹായത്തിനും ആശ്വാസത്തിനും നമ്മൾ കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ച, ബൈബിളിൽ തന്നെ കാണുന്നുണ്ട്. ദൈവദാസനായ ജോബിൻ്റെ ഭാര്യ പോലും പറയുകയാണ് സഹനങ്ങളുടെ ആധിക്യത്തിൽ, ഈ ദൈവത്തെ ശപിച്ചിട്ട് തള്ളിപ്പറഞ്ഞിട്ട് പോയി മരിക്കാൻ പാടില്ല എന്ന്. ഇത് ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പോലും ഉണ്ടാകും. സഹനങ്ങൾ വരുമ്പോൾ തള്ളിപ്പറയുന്ന, ഒറ്റപ്പെടുത്തപ്പെടുന്ന അനുഭവങ്ങൾ. തോബിത്തിൻ്റെ പുസ്തകത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഇതാ തോബിത്തിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, വലിയ നീതിമാനാണെന്നല്ലേ, വലിയ അറിവാളനാണെന്നല്ലേ ഭാവം എന്ന്. ഇതുപോലെ തന്നെ ദൈവം സോദോം ഗൊമോറ നശിപ്പിക്കുമെന്ന് മുന്നറിയിപ്പുമായിട്ട് വരുമ്പോൾ ഇതാ അവിടെയെല്ലാം ഒരു കൂസലുമില്ലാതെ നിന്നവർ അവസാനം സോദോം ഗൊമോറയുടെ
സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നശിപ്പിക്കപ്പെട്ടപ്പോൾ നിഷേധവചനങ്ങൾ പറഞ്ഞവർ ഇതിൽ അവിശ്വസിച്ചവർ അവിടെ നാശമടയുകയാണ് ചെയ്യുന്നത്. ഇവിടെ വചനം പറയുകയാണ്, ഒരുവന് ഐശ്വര്യമുണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു. സൂക്ഷിക്കണം. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അത് നീ കടന്നു പോകുന്നത് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണെങ്കിലും ദൈവം കൂടെയുള്ളത് കൊണ്ട്, കർത്താവ് കൂടെയുള്ളത് കൊണ്ട്, ഇടയൻ കൂടെയുള്ളത് കൊണ്ട്. ഇന്ന് പള്ളിയിൽ വായിച്ചു കേട്ട വചനഭാവം കൂടെ പങ്കുവെക്കുകയാണ്. ഇതാ ഇടയൻ കുഞ്ഞാടുകളെ സംരക്ഷിക്കുന്നു. തിരിച്ചടിക്കാൻ പല്ലും നഖവും ഒന്നും സജ്ജമല്ല, പക്ഷേ ഇടയൻ കൂടെയുണ്ടെന്നുള്ള ഒരു വിശ്വാസം മാത്രം, ഇടയൻ്റെ സംരക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഒരുവന് ഐശ്വര്യമുണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു, അസ്വസ്ഥപ്പെടുന്നു. കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നു പോകും. ഇവിടെ എറണാകുളത്തൊരു വ്യാപാര സ്ഥാപനത്തിൽ വലിയ ശൃംഖലയാണ്. അവിടെ ബോംബ് ഭീഷണി ഉണ്ടായപ്പോൾ പത്രത്തിലൊക്കെ വന്ന കാര്യമാണ്. എൻ്റെ സുഹൃത്തായ ഒരു പോലീസുകാരനും പറഞ്ഞു വെച്ച കാര്യം ഇതാണ്. പത്രത്തിൽ വന്ന കാര്യം കൂടെയാണ്. ബോംബ് ഭീഷണി മുഴക്കിയവനെ പോലീസ് പിടികൂടിയത്. ആ ബോംബ് ഭീഷണി ഉണ്ടായപ്പോൾ പോലീസും ജനങ്ങളും പരക്കം പായുന്നതും അവിടുത്തെ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം വീക്ഷിച്ചുകൊണ്ട് ആ സിഗ്നലിലൂടെ ആ സ്ഥലത്തുകൂടെ പലതവണ യാത്ര ചെയ്ത കടന്നുപോയ വ്യക്തിയെയും വാഹനത്തെയും നിരവധി തവണ ഈ ആളുകളുടെ പരാക്രമവും പോലീസിൻ്റെ ക്രമീകരണങ്ങളും ആളുകൾ ഒഴിപ്പിക്കലും ഓട്ടവും ബഹളവും കരച്ചിലും എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഒരു സാഡിസ്റ്റിനെ പോലെ ഈ ബോംബ് ഭീഷണി മുഴക്കിയാൻ അവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഇതാ ദുഷ്ടൻ, സ്നേഹിതന് ഐശ്വര്യം വന്നാൽ, ഉയർച്ച വന്നാൽ ഞാൻ കൂടെ ഉണ്ടാകും, ഒന്നും പേടിക്കണ്ട, നമ്മളില്ലേ എന്ന് പറയും. പറ്റുമെങ്കിൽ അവൻ കുതികാല് വെട്ടും, അല്ലെങ്കിൽ ഒരു തൊഴിയും കൂടെ വെച്ച് തരും. ഞാനിത് പറയുമ്പോൾ ഇതുപോലത്തെ നിരവധി അനുഭവങ്ങൾ തികട്ടി നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ വരുന്നുണ്ടാകും. പക്ഷെ ഇതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദുഃഖമാണെങ്കിൽ പങ്കുവച്ചാൽ അലിഞ്ഞ് ഇല്ലാതാകും, സന്തോഷമാണെങ്കിൽ ഇരട്ടിയാകും. പഴയ കാർന്നോന്മാർ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ വളരെ പരമാർത്ഥമാണ്, 100 വട്ടം സത്യമാണ്. അതുകൊണ്ട് ഇതാ വഴിയും സത്യവും ജീവനുമായ യേശുവിന് നമ്മുടെ എല്ലാ പരാധീനതകളും വിട്ടുകൊടുക്കാം. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാം. കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നു പോകും. തുടർന്നുള്ള വചനങ്ങളിൽ പറയാണ്, ശത്രുക്കളെ ഒരിക്കലും വിശ്വസിക്കരുത്. ചിലർ എത്ര കിട്ടിയാലും പഠിക്കൂല. ചിലരൊക്കെ വിളിച്ചിട്ട് പറയാറുണ്ട്, ബ്രദറെ എന്തിനു പോയാലും എനിക്ക് ചതിയാണെന്ന്. അപ്പോൾ ദൈവം വിശ്വാസവരം പോലെ തന്നെ വിവേകം, വിവേകത്തിൻ്റെ ഒരു വരം തന്നിട്ടുണ്ട്. ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ പോലും ഭാര്യക്ക് പോലും വില കൊടുക്കാതെ, മക്കളോട് പോലും ആലോചന ചോദിക്കാതെ എടുത്തിയാടി വീണ്ടും അബദ്ധങ്ങളിൽ പെടുന്നവരും ഒറ്റപ്പെടുന്നവരുണ്ട്. ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവൻ്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും. ക്ലാവുള്ള പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ വയറ്റിളക്കവും ഛർദിയും മാറത്തില്ല, ഫുഡ് പോയ്സൺ ആവും. ഇത് തന്നെയാണ് ക്ലാവെന്ന് ഇവിടെ സൂചിച്ചിരിക്കുന്നത്. എല്ലാ ആരോഗ്യം പോലും നശിച്ച് ഇൻഫെക്ഷൻ അടിച്ച് ചിലപ്പോൾ മരിച്ചു പോകുന്ന അവസ്ഥ. ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എല്ലാം തകർന്ന് നശിച്ചും പോകും, ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ക്ലാവ് എന്ന പോലെ അവൻ്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും. അതുകൊണ്ട് ചിലതൊക്കെ ക്ഷമിക്കണം, പൊറുക്കണം, അതൊക്കെ ശരി. ഒരു ഡിസ്റ്റൻസ് സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാകും. ചിലരൊക്കെ ഇത് കേട്ട് കഴിയുമ്പോൾ അതാ ബ്രദറെ ഞാൻ ഡൈവോഴ്സ് ചെയ്തതെന്ന് പറയും. സ്വന്തം ഭാര്യനെയും ഭർത്താവിനെയും വേർതിരിക്കുന്നതിനോ മക്കളെ പുറത്താക്കുന്നതിനോ ഓടിച്ചു വിടുന്നതിനോ ഒന്നുമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. വചനം നേരായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയും ശ്രവിക്കുകയും ചെയ്യണം. അത് എത്രയും പെട്ടെന്ന് രമ്യതയിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വല്ല അവൻ അതിവിനയത്തോടെ കെഞ്ചിയാലും കരുതലോടെ ഇരിക്കുക. ഓട്ട് കണ്ണാടി തുടച്ചു മിനുക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക. എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരുന്നത്. വീണ്ടും പറയാണ് ക്ലാവിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു മനുഷ്യൻ ഭാര്യനോടും മക്കളോടും പ്രതികാരമായിട്ട് സ്വന്തം സത്ത് പെങ്ങളുടെ പേരിൽ എഴുതി കൊടുത്തു. അവസാനം അയാൾ മരിച്ചും പോയി. ഇതുങ്ങൾക്ക് കടപ്പാടമില്ലാതെ ആയിപ്പോയി. അന്ന് കടപ്പായി കഴിഞ്ഞിട്ട് തിരിച്ചു ചോദിച്ചിട്ട് തിരിച്ചും കൊടുത്തൂല. അവസാനം കയറി ഇറങ്ങി കേസുമായിട്ട് നടക്കുന്ന അവസ്ഥ. അപ്പോൾ മരിക്കുന്നത് വരെ അവർ നോക്കേണ്ടി വന്നു. 19 കടയുണ്ടായിരുന്ന ആളുടെ
കേരളത്തിൽ വലിയ സാമ്രാജ്യം, 19 ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അവസാനം ഈ മനുഷ്യൻ മരിക്കാറായി കിടന്ന് കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. കാരണം അന്ന് സ്വന്തം കൂടെയുള്ള വീട്ടിലുള്ള ഭാര്യയും മക്കളും പറയുന്നത് അയാൾക്ക് അതിരൂക്ഷമായ അരിശവും ദേഷ്യമായിരുന്നു. എല്ലാം അറിയാം. സ്വന്തം വീട്ടിലുള്ളവരെക്കാൾ കൂടുതൽ രക്തബന്ധമാണ് വലുതെന്നും പറഞ്ഞിട്ട്, ഇതെന്താ രക്തമല്ലേ കുഞ്ഞുങ്ങൾ, അവരെല്ലാം ചവിട്ടി തേച്ചിട്ട് കൂടപ്പറപ്പങ്ങളാണ് വലുതെന്നും പറഞ്ഞിട്ട് പിന്നെ അവർക്ക് വഴികളൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ കപട സ്നേഹത്തിന് മുമ്പിൽ വീണ് ഇയാൾ മരിക്കാറായി കിടക്കുമ്പോൾ കടം കയറി തെങ്ങിക്കിടക്കുന്ന ഒരു കട മാത്രമുണ്ട്. ആ മക്കൾ കിടന്ന് ഓടിപ്പാഞ്ഞത് എനിക്ക് നേരിട്ടറിയാം, പ്രാർത്ഥിപ്പിക്കാനും ബാക്കി അതും മുങ്ങിപ്പോകാതിരിക്കാൻ. 18 കടയും വിട്ടുപോയി. മറ്റുള്ളവരത് ചാടുവാക്കുകൾ കൊണ്ട്, ഇയാൾ മരിക്കാൻ കിടന്നിട്ട് പോലും ആര് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കപട സ്നേഹം കൊണ്ട് വഞ്ചിച്ചെടുക്കും. ഇതുപോലെ കഴിഞ്ഞ ദിവസം പള്ളിമുറ്റത്ത് പിടിച്ചു നിർത്തിയ ഒരാൾ, ഒരു കുടുംബം, അതിൻ്റെ കഥ ഇതാണ്. ഇതാ ആധാരവും എല്ലാം കൈവിട്ട കളി, ഭാര്യക്കും മക്കൾക്കും അറിയില്ല എവിടെയാ എന്താ ചെയ്ത്, മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് പൊയ്മുഖങ്ങൾ പറയുമ്പോൾ എന്താ, പ്രാർത്ഥിക്കുന്നു, വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു, കൊന്തയില്ലുന്നു, പള്ളി പോകുന്നു, ദൈവത്തെ താറടിച്ച് കാണിക്കല്ലേ. പൊയ്മുഖങ്ങൾ വലിച്ചു പൊളിക്ക്, മുഖം മൂടികൾ വലിച്ചിളക്ക്. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിനും, മനുഷ്യർക്ക് കൊടുക്കേണ്ട മഹത്വം മനുഷ്യർക്കും കൊടുക്ക്. കൂട്ടുകെട്ടുകളെ തിരിച്ചറിയും. കൂട്ടുകെട്ടിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ചരിത്രമാണ് ഇന്നിവിടെ വചനത്തിൽ പറയുന്നത്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. മരിച്ചാലും മറക്കൂല ബ്രദറെ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറഞ്ഞപ്പോഴേക്കും തീരുമാനം എടുത്തപ്പോഴേക്കും എല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ അപ്പം പറയാറുണ്ടായിരുന്നൊരു വാക്യം, എൻ്റെ അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയി, പറയാറുള്ളൊരു കാര്യം ഇതാ, സിമ്പിളായിട്ട് നമുക്ക് വചനം മനസ്സിലാക്കാൻ പറ്റിയ ഒരു എഫക്റ്റാണത്. അതായത് വെള്ളം മുഴുവൻ ഒഴുകിപ്പോയിട്ട് അണ കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം കണ്ണീരൊഴുക്കി നടക്കുന്നവരുണ്ട്. അതുകൊണ്ട് കപട വിനയവും കപട ഭക്തിയും കപട സ്നേഹവും മാറ്റി കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിഞ്ഞ്, കൂടെ നിൽക്കുന്നവനെ രാപ്പനെ അറിയാൻ പറ്റുള്ളൂ എന്ന് അറിയാം. ഇതാ മോശക്ക് സംസാര ശക്തി വിക്കനാണ്. പക്ഷേ ദൈവത്തോട് കേണപേക്ഷിച്ചപ്പോൾ ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള അഹറോനെ കൊടുത്തു. അഹറോൻ അവിടെ ആള് കളിച്ചില്ല. അഹറോൻ വിനയത്തോടെ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, മോശ പറയുന്ന കാര്യങ്ങൾ ദൈവജനത്തോട് സംസാരിച്ചു. അങ്ങനെ ദൈവഹിത പ്രകാരമുള്ള കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ, വഴികൾ തിരിച്ചറിയാം. അതിനുള്ള കൃപ ദൈവം എല്ലാവർക്കും നൽകട്ടെ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കരൾ നൊന്ത് നീറുന്ന, നെഞ്ചി ഇടിക്കുന്ന, പിടയുന്ന ആ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഇനി ഉണ്ടാകാതെ സൂക്ഷിച്ചാൽ മതി. അതെല്ലാം ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി എസെക്കിയേൽ 36:25-26 ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം വെച്ച് കൊടുക്കുന്ന ആ ദൈവത്തിൻ്റെ ഓഫറിന് മുന്നിൽ സമർപ്പിച്ച് അവരോടൊക്കെ ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ഇതാ നന്മയുടെ പുതു ചവിട്ടുപടികൾ, വഴികൾ ദൈവം നമുക്ക് തുറന്നു തരും. ദൈവം ഈ വചനം എസെക്കിയേൽ 36:25-26 വചനം, ഈ ഒരൊറ്റ വചനം മതി നിങ്ങളുടെ ജീവിതം മാറിമറിയാൻ. അതുകൊണ്ട് ആര് വഞ്ചിച്ചാലും, ആര് ചതിച്ചാലും, ആര് ചങ്ങിൽ കുത്തിയാലും ഈ വചനം വെച്ച്, ദൈവത്തിൻ്റെ വാഗ്ദാനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന്, എൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. ആ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ വേദനകളും എല്ലാ മുറിവുകളും ചേർത്ത് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വചനം അനുഭവേദ്യമാവുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഇതിൻ്റെ അപ്പുറമുള്ള അനുഭവങ്ങളെ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ ജീവനുള്ള വചനത്തിന് മുൻപിൽ വിട്ടുകൊടുത്ത് നിങ്ങളുടെ കമൻസുകൾ സാധിക്കുമെങ്കിൽ അയക്കുക. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ ഇത് ലഭിക്കാത്ത അനേകർ നമ്മുടെ ചുറ്റുപാടും മുറിപ്പെട്ടവരുണ്ട്. അവർക്ക് ഷെയർ ചെയ്യാം. അതുപോലെ കമൻറ്റുകൾ അയക്കാം, നമ്മുടെ ലൈക്കുകൾ അയക്കാം. അങ്ങനെ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ പ്രേക്ഷിത വേലയിൽ നമുക്കും പങ്കുകാരാകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. പ്രൈസ്.